ലോകകപ്പിൽ കളിക്കാൻ അവസരം ലഭിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമായാണ് ഫുട്ബോൾ താരങ്ങൾ കാണുന്നത്. എന്നാൽ 3 വ്യത്യസ്ത ടീമുകൾക്കായി ലോകകപ്പിൽ കളിക്കാൻ ഭാഗ്യം ലഭിച്ച താരമാണ് സെർബിയയുടെ മുൻ താരവും ഇന്റർ മിലാൻ താരവുമായിരുന്ന ദെയാൻ സ്റ്റാൻകോവിച്ച്. 1998-ൽ യൂഗോസ്ലോവിയ, 2006-ൽ സെർബിയ ആൻഡ് മോണ്ടനെഗ്രോ, 2010-ൽ സെർബിയ എന്നിവർക്കായാണ് സ്റ്റാൻകോവിച്ച് കളിച്ചത്. 1998-ൽ 19-ാം വയസ്സിൽ ലോകകപ്പിൽ കളിക്കുമ്പോൾ സ്റ്റാൻകോവിച്ച് യൂഗോസ്ലാവിയ ദേശീയ ടീമിന്റെ താരമായിരുന്നു. അക്കാലത്ത് സെർബിയയും മോണ്ടിനെഗ്രോയും ചേർന്ന ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യൂഗോസ്ലാവിയയുടെ ഭാഗമായിരുന്നു സ്റ്റാൻകോവിച്ച്. എന്നാൽ യൂഗോസ്ലാവിയ റൗണ്ട് ഓഫ് 16-ൽ പുറത്തായി. രാഷ്ട്രീയ കാരണങ്ങളാൽ 2003-ൽ യൂഗോസ്ലാവിയ എന്ന പേര് ഇല്ലാതാവുകയും രാജ്യം സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. 2006 ജർമ്മനി ലോകകപ്പിൽ സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോയ്ക്കായാണ് സ്റ്റാൻകോവിച്ച് കളത്തിലിറങ്ങിയത്. 2006-ൽ സെർബിയയും മോണ്ടിനെഗ്രോയും 2 സ്വതന്ത്ര രാജ്യങ്ങളായി പിരിഞ്ഞു. ഇതോടെ 2010 ദക്ഷിണാഫ്രിക്ക ലോകകപ്പിൽ പുതുതായി രൂപം കൊണ്ട സെർബിയ ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായിട്ടാണ് സ്റ്റാൻകോവിച്ച് കളിച്ചത്. രാജ്യം 2 തവണ വിഭജിക്കപ്പെടുകയും പേര് മാറുകയും ചെയ്തുകൊണ്ടാണ് സ്റ്റാൻകോവിച്ചിന് 3 വ്യത്യസ്ത രാജ്യങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത്. ക്ലബ് ഫുട്ബോളിൽ ഇറ്റാലിയൻ ക്ലബ്ബ് ലാസിയോയുടെയും ഇന്ററിന്റെയും താരമായിരുന്നു സ്റ്റാൻകോവിച്ച്. മധ്യനിര താരമായിരുന്നു സ്റ്റാൻകോവിച്ച്. ഇന്ററിന്റെ കൂടെ 5 തവണ ലീഗ് കിരീടവും 1 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ സെർബിയൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് റെഡ് സ്റ്റാർ ബെൽഗ്രേഡിന്റെ പരിശീലകനാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.